കേരള സ്റ്റോറി 2ന്റെ ട്രെയിലർ റിലീസായി. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടോ? കേരള സ്റ്റോറി എന്ന പേരും പറഞ്ഞിട്ട് ഇവർ ഈ പടച്ചുവിടുന്ന അപരാധം ഒരു 32,000 കണക്ക് പറഞ്ഞിട്ടാണ് ഒരു ഫസ്റ്റ് പാട്ട് ഇറക്കുന്നത്. ഇവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുവാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ നോക്കുള്ളതാണ് സംഘപരിവാറിന്റെ ആവശ്യം. BJPയുടെ സംസ്ഥാന സെക്രട്ടറി രാജീവ് ചന്ദ്രശേഖരൻ വന്നിരുന്നിട്ട് പറയണ്ടായി, ഇതൊരു ഇവിടെ നടക്കുന്ന കാര്യമാണ്. കേരളത്തിനെതിരെ ഒരു ഉളുപ്പുമില്ലാണ്ട് വ്യാജപ്രചാരണം നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലാണ്ട് പിന്നെ ആരാ ചോദിക്കും? BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ, അവരെന്താ ചെയ്യണ്ടേ? കേരളം ഇങ്ങനെയല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലായി. ഞങ്ങൾക്ക് എന്ത് കേരളം എന്നുള്ള ഒരു മനോഭാവമാണ് അവർ കേരളത്തിന്റെ ഒരു ഭാഗമല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വിഷം തുപ്പണം. ഇവിടെ ഈ സമാധാനമായിട്ട് ആൾക്കാർ ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇൻഷാ അല്ലാഹ് ഒരു 25 വർഷത്തിനകം കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഒരു കംപ്ലീറ്റ് മുസ്ലിം സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രിയായി മാറും.